ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടോൾ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ കേക്കിൻ്റെ റെസിപ്പിയും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണിത്. അപ്പോൾ അത് നമ്മൾ 2 പാനിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരേ വലിപ്പത്തിലുള്ള 2 പാൻ ഇല്ലാത്തവർ ടോൾ കേക്കും ടയർ കേക്കും ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റ ബാറ്റർ കൊണ്ട് തന്നെ ഒരേ സമയം എങ്ങനെയാണ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം എന്നുള്ള ഒരു ചെറിയ ടിപ്സ് അറിയാത്തവർക്കായി ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 kg പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഞാനിവിടെ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേക്കിങ്ങിലോട്ട് കടക്കാം. അതിനായിട്ട് 240 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 2 കപ്പ് മൈദയിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് ഫ്ലോർ അരിപ്പയിൽ ഒരുമിച്ചിട്ട് അരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു ബൗളിലേക്കിട്ട് കുറച്ചായി അരിച്ചെടുക്കുന്നത്. എന്നിട്ട് വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. 2 kg കേക്ക് ആയതിനാൽ 8 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എസൻസും ഉപ്പും ചേർക്കുന്നത് വീഡിയോയിൽ റെക്കോർഡ് ആവാതെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്നത് കൊണ്ടാണ് പഞ്ചസാര ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ആണുള്ളതെങ്കിൽ പഞ്ചസാര കുറച്ചായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ചേർത്തതിന് ശേഷം ഒരു 30-40 സെക്കൻഡ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് കുറച്ചായി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പാല് കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലോറും പാലും ആൾട്ടർനേറ്റായി ചേർത്ത് മിക്സ് ചെയ്താണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ആദ്യം കുറച്ച് ഫ്ലോർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാല് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഫ്ലോർ പാൽ അങ്ങനെയാണ് ചേർക്കേണ്ടത്. ലാസ്റ്റ് ഫ്ലോർ ചേർത്ത് വേണം മിക്സിംഗ് അവസാനിപ്പിക്കാൻ.
അങ്ങനെ ഫ്ലോർ എല്ലാം മിക്സ് ചെയ്ത് ബാറ്റർ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ടു kg ടോൾ കേക്ക് ആയതിനാൽ 2 7-ഇഞ്ച് പാനിൽ ബാറ്റർ ഒഴിച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു 7-ഇഞ്ച് ടിൻ മാത്രമേ ഉള്ളൂ. അതിനാൽ ഞാൻ ഒരു 8-ഇഞ്ച് ടിന്നിലും ഒരു 7-ഇഞ്ച് ടിന്നിലും ബാറ്റർ ഒഴിച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് 2 ടിന്നിലും തുല്യ അളവിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കേക്ക് ബേക്ക് ആയതിനു ശേഷം വലിയ കേക്ക് ചെറിയ കേക്കിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. രണ്ട് ടിന്നുകളിലും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ 2 കേക്കും നന്നായി ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 2 കേക്കും നന്നായി തണുത്തതിന് ശേഷം ചെറിയ കേക്കിന്റെ വലിപ്പത്തിൽ വലിയ കേക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ടേൺ ടേബിളിന്റെ മുകളിൽ 8 ഇഞ്ചിൽ ചെയ്ത വലിയ കേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുകളിൽ 7 ഇഞ്ചിൽ ചെയ്ത ചെറിയ കേക്ക് കൂടി വയ്ക്കാം. അതിനുശേഷം ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസ് മാറ്റി വെക്കാം. ആ കട്ട് ചെയ്തെടുത്ത പീസ് ഫ്രോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ലെയറായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ 8 ഇഞ്ച് ടിന്നിൽ ചെയ്തെടുത്ത കേക്കിനെ ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കൂടാതെ 7 ഇഞ്ച് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കിനെ 3 ലെയറായിട്ടുമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 കേക്കിൽ നിന്നും കൂടി ടോട്ടൽ 5 ലെയറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കൂടാതെ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസ് എല്ലാം കൂടി ചേർത്ത് ഒരു ലെയർ കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ കേക്കിന് ടോട്ടൽ 6 ലെയറാണ് ഉണ്ടാവുക. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രം കോട്ട് വരെ ചെയ്യാനുള്ള ക്രീം മാത്രമേ ബീറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അതിനായിട്ട് 2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീം ബീറ്റ് ചെയ്യാനായി എടുക്കുന്ന ടൈമിൽ ഇതുപോലെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കണം ക്രീമിന്റെ പരുവം. ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ക്രീമിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ബീറ്റ് ചെയ്യാനായി തുടങ്ങാം. സ്റ്റാൻഡ് മിക്സർ ആയതിനാൽ ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ട് തന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം.
എന്നാൽ ഹാൻഡ് ബീറ്ററിൽ ബീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ലോ സ്പീഡിൽ തുടങ്ങി മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊടുത്തു വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ക്രീം ഇവിടെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6-7 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. എന്നിട്ട് കേക്ക് ബോർഡിന് നടുവിലായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. കൂടാതെ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ക്രഷ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ചേർത്ത് കേക്കിനെ നന്നായി വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ലെയറിലായി ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ക്രീമിനെ കേക്കിന്റെ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് സൈഡ് ഭാഗത്തും ഞാനിപ്പോൾ തന്നെ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ടോൾ കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഓരോ ലെയർ വയ്ക്കുന്ന ടൈമിലും സൈഡ് ഭാഗത്ത് അപ്പോൾ തന്നെ ക്രീം അപ്ലൈ ചെയ്താൽ ലാസ്റ്റ് കേക്ക് നല്ല ലെവലിൽ തന്നെ ചെരിയാതെ നമുക്ക് കിട്ടും. സൈഡ് ഭാഗത്തും ക്രീം അപ്ലൈ ചെയ്ത് ലെവലാക്കിയതിന് ശേഷം ലെയറിലായി പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനു മുകളിൽ എല്ലായിടത്തുമായി വൈറ്റ് ചോക്കോ ചിപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കാം. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പൈനാപ്പിൾ ക്രഷും ചോക്കോ ചിപ്പും കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ലെയർ കൂടി വെക്കാം. മൂന്നാമത്തെ ലെയറായിട്ട് ഞാൻ വയ്ക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസുകളാണ്. അങ്ങനെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് ഒരു ലെയർ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യാം.
അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വേണം സ്പ്രെഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന പീസസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോകും. അതുകൊണ്ട് വളരെ സാവധാനം ക്രീം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് പൈനാപ്പിൾ ക്രഷും ചോക്കോ ചിപ്പും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ലെയറുകളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 5 ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6ാമത്തെ ലെയർ കൂടി വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അവസാനത്തെ ലെയർ കൂടി വെച്ച് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലൈസിങ് ചെയ്യുന്നതിന് മുന്നേ കേക്ക് ഒന്ന് സെറ്റ് ആവാനായി ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 10-15 മിനിറ്റിന് ശേഷം കേക്കിനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലൈസിങ് ചെയ്യാം. ക്യാപ്റ്റൻ അമേരിക്ക തീമിലാണ് കേക്ക് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് ഫൈനലൈസിങ് ബ്ലൂ കളർ തീമിലാണ് ചെയ്യുന്നത്. അങ്ങനെ കേക്കിന്റെ മുകളിലും സൈഡിലുമായി കുറച്ച് കൂടുതൽ ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് കേക്കിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം വേണ്ട സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്ത് സ്ക്രാപ്പർ കൊണ്ട് ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ഐസിങ് നൈഫ് ഉപയോഗിച്ച് കേക്കിന്റെ ടോപ്പ് ഭാഗം കൂടി നന്നായി ഫിനിഷ് ചെയ്തെടുക്കുക.
അങ്ങനെ കേക്കിനെ നല്ല രീതിയിൽ ഫൈനലൈസിങ് ചെയ്ത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൽ ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ആണ് വയ്ക്കാനുള്ളത്. ഫൈനലൈസിങ് ചെയ്തത് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫോണ്ടന്റ് ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കേക്കിനെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം കേക്കിനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ ചെയ്തു തുടങ്ങാം. ഡെക്കറേഷൻ തുടങ്ങുന്നതിന് മുന്നേ കേക്കിന്റെ ടോപ്പിലായി 2 സ്റ്റിക്ക് കുത്തിക്കൊടുക്കാം. ടോൾ കേക്ക് ആയതിനാൽ ട്രാവലിംഗ് ടൈമിൽ കേക്ക് സേഫായി ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഓരോരോ ഫോണ്ടന്റ് ഐറ്റംസും കേക്കിൽ വെച്ചു കൊടുക്കാം. ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്റ്റൻ അമേരിക്ക ലോഗോ വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ചുറ്റുമായി കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് വെച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടിയും വെച്ചു കൊടുക്കാം. അങ്ങനെ ഡെക്കറേഷൻസ് എല്ലാം വെച്ചു കൊടുത്ത് കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് കേക്ക് ബോർഡിൽ നെയിമും ഏജും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിന് മുന്നിൽ കാണുന്ന ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സ് ലോഗോ നോൺ എഡിബിൾ ഫോട്ടോ പ്രിന്റ് ആണ്. അങ്ങനെ കേക്കിന്റെ ഡെക്കറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.